ഈ എ.പി. അബ്ദുൽ ഖാദർ മൗലവി കോടിക്കണക്കിന് ഉറുപ്പിക കൈവശം വെച്ചിട്ട് മുജാഹിദീങ്ങൾ അതിന്റെ കണക്ക് ചോദിച്ചു. ജില്ലാ സെക്രട്ടറി മമ്മു കണക്ക് ചോദിച്ചു യോഗത്തിൽ. മമ്മുവിനോട് ഇയാളെന്താ പറഞ്ഞെന്നറിയോ? ഇവിടെ വന്നിട്ട് ഒരു ചങ്ങാതി പറയാണ്, നമ്മൾ ഇതിൽ കൂടിയത് കൊണ്ട് നമുക്ക് ബസ്സിന്റെ പൈസ കിട്ടൂല, തോന്നും നമ്മക്കെന്ത് എടുത്തു കൊടുക്കണോ. എന്നാൽ ഇവർക്കൊക്കെ ലക്ഷങ്ങളാണ്. ആ ലക്ഷങ്ങൾ എങ്ങനെ വരുന്നു ഞാൻ ശേഷം പറയുന്നത്. ഈ ലക്ഷങ്ങളുടെ കണക്കിൽ മമ്മു ജില്ലാ സെക്രട്ടറി മമ്മു നമ്മൾ എ.പി. അബ്ദുൽ മൗലവിനോട് ചോദിച്ചു കണക്ക്. മൗലവി എന്താ പറഞ്ഞറിയോ? മമ്മു കുപ്പായം ഞാൻ കഴിക്കാം, മുണ്ടും മണേ കഴിക്കാം, ട്രൗസർ കഴിപ്പിക്കരുതേ എന്നാ പറഞ്ഞു. ഇവിടെ കണക്ക് പറയൂല. അത് ഞാൻ പറയല്ലോ. മുജാഹിദീങ്ങൾ തമ്മിൽ വാദപ്പെടുക എന്നെത്തി മഞ്ചേരിന്നേ 5 CD ഉണ്ട്. എന്റെ അടുത്തുണ്ട്. നിന്നോട് എനിക്ക് ഭയങ്കര സ്നേഹ, കാരണം ഞാൻ വെച്ച് ഭയങ്കര ബന്ധ. 5 CD ഉണ്ട് എന്റെ അടുത്ത്. ആ വാദപ്രതിവാദത്തിൽ നിങ്ങളുടെ നാട്ടിന്റെ അടുത്തല്ലേ നമ്മളെ കരിമ്പിലാക്കൽ ലത്തീഫ് മൗലവി. ആ അബ്ദുൽ ലത്തീഫ് മൗലവി ചോദിക്കാണ്, നിങ്ങൾ കണക്ക് ചോദിച്ചിട്ട് മമ്മൂനോട് പറഞ്ഞിട്ട് ട്രൗസർ വയ്ക്കാൻ പറ്റൂലെന്നല്ലേ, അതുകൊണ്ടല്ലേ നമ്മൾ 2,000 എന്ന് ചോദിക്കുന്ന ആര്? അബ്ദുൽ ലത്തീഫ് മൗലവി. അതൊന്ന് വെച്ചാട്ടെ മമ്മു. ഈ സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തികമായ പ്രോജക്റ്റുകളെ കുറിച്ച് സംശയങ്ങളുണ്ടായിരുന്നു. അത് ദൂരീകരിക്കാത്തത് സംഘടനയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളുടെ ചുമതലയായിരുന്നു. അത് ദൂരീകരിക്കാത്തത് സംഘടനക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും അധികം പണം ലഭിക്കും കോടിക്കണക്കിന് രൂപയുടെ വരവുള്ള ഈ ഇനത്തിൽ, അതിന്റെ അടുത്തൊക്കെ ചെലവുള്ള ആ ഇനത്തിൽ അതിന്റെ സർക്കാരിന് സമർപ്പിക്കുവാനുള്ള ഓഡിറ്റിയുടെ കണക്ക് മാത്രമാണ് ആളുകൾ കാണാനുള്ളത്. എന്നാൽ ഓരോ പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോഴും ഓരോ പ്രദേശത്തേക്ക് വന്നിരിക്കുന്ന പ്രോജക്റ്റുകൾ അവർക്ക് നൽകും.